ഞാൻ ചോദിച്ചു ഇന്ത്യനെ കുറിച്ച് എന്താ അറിയാന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് കണ്ടല്ലേ. നിങ്ങൾ ബാക്കിൽ കാണുന്ന സ്കാനിയ എക്സ്പ്രസ് ബസ് ഞാൻ മ്യാൻമാറിൻ്റെ മാൻഡ്ലേന്ന് 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് മ്യാൻമാറിൻ്റെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലായിട്ടുള്ള യങ്കോണിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ബസ്സാണ്. ഇതിൻ്റെ ഫെസിലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. വെറും 14,000 മ്യാൻമാർ കൈറ്റ്, അതായത് നമ്മുടെ നാട്ടിലെ വെറും 700 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ബസ്സിൽ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഫെസിലിറ്റീസ് ഉള്ള ബസ്സുകൾ വരുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം, മിനറൽ വാട്ടർ, അതേപോലെ ഡിസ്പ്ലേ യൂണിറ്റ്, നിങ്ങൾക്ക് മൂവീസ് കാണാം, ഇയർഫോൺസ്, AC, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ വൈഫൈ, അങ്ങനെ ഫെസിലിറ്റീസ് നിരവധിയാണ്. ഞാനിത് ബുക്ക് ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു വണ്ടിയായിരിക്കും എനിക്ക് വെറും ഈ 8 മണിക്കൂർ യാത്ര ചെയ്യാൻ 700 രൂപ കൊടുത്തിട്ട് യാത്ര ചെയ്യാൻ കിട്ടുന്നതെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് രാത്രിയാണെങ്കിൽ പോലും ഈ തണുപ്പത്ത് മ്യാൻമാറിൻ്റെ മാൻഡ്ലേയിലെ തണുപ്പത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അങ്ങനെ ഈ ലക്ഷറി ബസ്സിൽ മ്യാൻമാറിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള യങ്കോണിലേക്ക് ഞാൻ പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ രസകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞാനൊരു ടാക്സി ഹയർ ചെയ്തിട്ടുണ്ട്. ടാക്സിക്ക് കൊടുത്തിരിക്കുന്ന 8,000 മ്യാൻമാർ കൈറ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടുക്ക് ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ടാക്സി ഹയർ ചെയ്യാം. അങ്ങനെ ബസ് സ്റ്റേഷനിൽ നിന്ന് ഹയർ ചെയ്തിട്ടുള്ള റെൻറ്റഡ് കാറിൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഞാൻ ഡൗൺ ടൗണിലേക്ക് യാത്ര ചെയ്യാണ്. യങ്കോണിലെ ഡൗൺ ടൗണിലാണ് ഞാൻ റൂം എടുക്കുന്നത്. പുറത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് റോഡുകളൊക്കെ വളരെ വീതിയാണ് കേട്ടോ. മൊത്തം സിറ്റി എന്ന് പറയുന്ന ഒരു ഓൾഡ് സിറ്റീൻ്റെ ഒരു ഫീലുണ്ട്. നമ്മുടെ മുംബൈയിലും ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒരു ഫീലുണ്ട്. രാവിലെ ആയതുകൊണ്ട് വളരെ ട്രാഫിക് കുറവാണ്. ഈ പ്രാവുകളും കൊളോണിയൽ ബിൽഡിങ്ങൊക്കെ നമ്മുടെ ബോംബെ സിറ്റിയായി ഒരുപാട് സിമിലാരിറ്റീസ് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല എൻ്റെ കയ്യിലുള്ളൊരു ബഡ്ജറ്റിന് റൂം അന്വേഷിച്ചിട്ട് ഞാൻ ഒരുപാട് നടന്നു. എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിന് റൂമൊന്നും കിട്ടില്ല, ക്യാപ്സ്യൂൾ റൂംസ് മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് ഈ ക്ലാസ്ട്രോഫോബിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഇടുങ്ങിയ റൂമിൽ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു രാത്രി മാത്രമല്ലേ. അങ്ങനെ എനിക്ക് എന്തായാലും കിടക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടോ. മ്യാൻമാറിൻ്റെ പഴയ തലസ്ഥാനമായിട്ടുള്ള യങ്കോൺ, പണ്ട് റങ്കൂൺ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ യങ്കോൺ. ദിസ് ഈസ് നോ ലോങ്ങർ ദ ക്യാപിറ്റൽ ഓഫ് മ്യാൻമാർ. ഇനി അത് ക്യാപിറ്റലല്ല, അവർ ക്യാപിറ്റൽ മാറ്റി നിപ്പിഡോ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പുതിയ സ്ഥലമാണ് ഇനി മുതൽ മ്യാൻമാറിൻ്റെ ക്യാപിറ്റൽ. പക്ഷേ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോഴും യങ്കോണാണ്. യങ്കോണിൽ ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്. ഇവിടെ 21 ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഹോസ്റ്റലിൽ റൂം എടുത്തു. പെർ ഡേ $13 ഈ ഹോസ്റ്റലിലുള്ളത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ മാൻഡ്ലേന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ആൾക്കാർ കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഇന്നസെൻസ് കുറച്ച് നഷ്ടപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. മാൻഡ്ലേയിലാണെങ്കിൽ ഇവിടെ നിന്നൊരു 8-9 കിലോമീറ്റർ അകലെയുള്ള മാൻഡ്ലേയിലാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ നമ്മൾ ഗ്രീറ്റ് ചെയ്യും, സ്മൈൽ ചെയ്യും, നമ്മൾ എന്ത് ഒരു ജെസ്ചർ കാണിച്ചാലും റെസിപ്രോക്കേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഞാൻ അവിടെ കണ്ടത്. പക്ഷേ ഇവിടെ ആസ് യൂഷ്വൽ സിറ്റിയിലേക്ക് വരുമ്പം കുറച്ചും കൂടി ആൾക്കാർ പ്രാക്ടിക്കൽ ആവാണ്. അവരൊരുപാട് പേരെ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുറച്ച് ചിരിയും കളിയൊക്കെ കുറവാണ്. ഞാൻ ഈവൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ആൾക്കാർ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓക്കെ. പിന്നെന്താ പറയുക, ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. കണ്ടല്ലേ, ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. പണ്ട് കൊളോണിയൽ ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഞാൻ കൂടുതൽ യങ്കോൺ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നാളെ തിരിച്ച് ഞാൻ ഇന്ത്യയിലേക്ക് പോവാണ്. നിയർലി 3 ദിവസമാണ് ഞാൻ മ്യാൻമാറിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് ഭയങ്കര ദൂരമാണ്. ഇപ്പം മാൻഡ്ലേ, ബഗാൻ, യങ്കോൺ, ഈ 3 സ്ഥലങ്ങളാണ് പ്രൈമറിലി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. അതിൻ്റെ പുറമെ ഇപ്പം പുതിയ ക്യാപിറ്റലായിട്ടുള്ള നിപ്പിഡോയിലേക്കും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുത്തെ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിൻ്റെ ആയിട്ടുള്ള ഒരു റിച്ച്നെസ്സും ഒരു പോഷും ഒരു ഡെവലപ്മെൻറ്റൊക്കെ നമുക്ക് യങ്കോണിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, ഇവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് വീതി കൂടുതലാണ്. മാൻഡ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം റോഡ് ഭയങ്കര വീതി കൂടുതലാണ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന 21 ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞല്ലോ $13. ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ ബെഡ് മാത്രമാണുള്ളത്. ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്, നമ്മളെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഞാൻ നിൽക്കുന്ന സ്പോട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചൈന സ്ട്രീറ്റ് ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചൈന ടൗൺ സ്ട്രീറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത്.
ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് ഈ 21 ഹോസ്റ്റലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മ്യാൻമാറിൻ്റെ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ബേസിക്കലി ഞാൻ ടയേർഡാണ്. ബാൽക്കണിയിൽ കുറേ നേരം നിന്നു, എന്നിട്ട് പിന്നെ റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് ഒരു ടാക്സി ഹയർ ചെയ്തു. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം മൊത്തം മ്യാൻമാർ യങ്കോൺ. ടാക്സി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ റോഡുകൾ വീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് വീലാണെങ്കിൽ റൈറ്റ് സൈഡിലും. ഇവിടെ നേരെ തിരിച്ചാട്ടോ, ഇവിടെ റൈറ്റ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് റോഡിൻ്റെ, പക്ഷേ സ്റ്റിയറിംഗ് വീല് റൈറ്റ് സൈഡിൽ തന്നെയാണ്. പണ്ടത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ കൺട്രീസിനൊക്കെ ലെഫ്റ്റ് സൈഡിലാണ്, നമ്മളെ ഇന്ത്യ അടക്കം. പക്ഷേ ഇവിടെ മാത്രം ഇവർ മാറ്റിയിട്ട് വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ അങ്ങനെ ലെഫ്റ്റ് സൈഡ് മാറ്റി റൈറ്റ് സൈഡ് ആക്കിയിട്ടുള്ളൂ. അതിലൊരു രാജ്യമാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലാണ് ഡ്രൈവിംഗ്. എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പര് ഗ്രാബ് ഡ്രൈവറാണ്. അപ്പോൾ മൂപ്പര് ചില ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യങ്കോൺ സിറ്റിയിൽ ഓട്ടോറിക്ഷ ഇല്ല. മൂപ്പര് പറയുമ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അതായത് ടുക് ടുക്ക് എന്ന് പറയും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കാണുന്നൊരു സാധനമാണ് ടുക് ടുക്ക്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് യങ്കോണിലില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. മൂപ്പര് ചോദിച്ച വേറൊരു കാര്യം, ഞാൻ ചോദിച്ചു ഇന്ത്യനെ കുറിച്ച് എന്താ അറിയാമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. റേപ്പിനെ കുറിച്ചാണ് മൂപ്പര് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യത്തെ കൂടുതൽ റേപ്പ് എന്നുള്ളത്. അപ്പം ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് വരെ അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ ഇന്ത്യനെ കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വളരെ 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 ചുരുങ്ങിയ രീതിയിൽ മാത്രമേ ഉള്ളൂ, നിയർലി 5% മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ബ്ലെയിം എൻ്റയർ ഇന്ത്യൻസ് ആണ് ഇപ്പം ഏറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വളരെ വേദനാകരമായ കാര്യമാണ്. നമ്മുടെ കൺട്രീനെ കുറിച്ച് ചോദിക്കുമ്പം ഇങ്ങനത്തെ അഭിപ്രായം വേറൊരാൾ പറയുന്നത്. മ്യാൻമാറിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞാൽ അവസാനിക്കില്ല. വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യം, മെട്രിക് സിസ്റ്റംസ് ഇല്ലേ, നമ്മുടെ മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിലോഗ്രാം, ഫാരൻഹീറ്റ്, സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ മെട്രിക് സിസ്റ്റംസ് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്യാത്ത ലോകത്തെ 3 രാജ്യങ്ങളിൽ ഒന്നാണ് മ്യാൻമാർ. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് എല്ലാ കൊളോണിയൽ കൺട്രീസും ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വൈനേർഡ്സ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ മ്യാൻമാറിൽ. നല്ല വൈൻസ് കിട്ടും. അതുപോലെ ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് കിട്ടും. എസ്പെഷ്യലി റൂബീസ് ഒക്കെ ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് മ്യാൻമാർ എന്നാണ്. അത് മാത്രമല്ല, ഈ ഓപ്പിയം, വേൾഡിലെ ഏറ്റവും ഡിമാൻഡുള്ള ഈ ഓപ്പിയം ഒക്കെ വേൾഡിലേക്ക് രണ്ടാമത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് മ്യാൻമാർ എന്നാണ്. എൻ്റെ മനസ്സിൽ കുറേ ആയിട്ടുള്ള ഒരാഗ്രഹമാണ് എബ്രോഡിൽ ടൂറിസ്റ്റ് വിസയിൽ പോകുമ്പം സലൂണിൽ പോയിട്ട് മുടി വെട്ടുകയും താടി വടിക്കുകയും ചെയ്യണം എന്നുള്ളത്. എന്തായാലും അത് ഇപ്പോൾ സാധിച്ചു. പക്ഷേ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നാട്ടിൽ ട്യൂസ്ഡേ അവധിയാണല്ലോ ബാർബർ ഷോപ്പിന്. ഇവിടെ ഇന്ന് ട്യൂസ്ഡേ ആണ്, പക്ഷേ ഇവിടെ സലൂൺസിനൊന്നും അങ്ങനെ അവധിയില്ല. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരു കസ്റ്റം നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ ട്യൂസ്ഡേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ബാർബർ ഷോപ്പിന് അവധി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ ഷേവ് ചെയ്യുമ്പം അവർ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, മൊത്തമായിട്ട് ഷേവിങ് സെറ്റില്ല. നല്ലൊരു ഹെയർ കട്ടും ഫേഷ്യലും പിന്നെ ആ സലൂണിൻ്റെ മുകളിലൊരു മസാജ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടുത്തെ മസാജിങ്ങും കഴിഞ്ഞിട്ട്, മസാജിന് ആകെ ഇന്ത്യൻ രൂപ 600 രൂപയായിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ടായി ഇതൊക്കെ കഴിഞ്ഞപ്പം. പുറത്തിറങ്ങിയാൽ തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് അവൈലബിൾ ആണ്. അവിടുന്ന് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പം തായ്ലാൻഡ് കൈൻഡ് ഓഫ് നല്ല ചൂടുള്ളത് വേണം കഴിക്കാം, ഇന്ത്യൻ സ്പൈസി ഫുഡ് കഴിക്കാം, ചൈനീസ് എല്ലാം കിട്ടും. ഇവരുടെ കോമ്പിനേഷനാണ്. ബേസിക്കലി ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ റൈസും പീസുമാണ്. എന്നാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരുപാട് വിശേഷങ്ങൾ ഇനി ബാക്കിയുള്ള ഒരു എപ്പിസോഡ് കൊണ്ട് മാത്രമേ ഉള്ളൂ മ്യാൻമാറിൻ്റെ. See you in next episode. Until then, bye.